ആരാധന കർത്താവേ, യേശുവേ ആരാധന 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 ആരാധന. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൽ ഇറച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. പെരുവെള്ളത്തിൽ ഇറച്ചിൽ പോലെ സ്തുതിച്ചിടുക നാം അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവേ. ആമേൻ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനവും ശക്തിയും ബലവും യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഉടമ്പടി ചെയ്യുന്ന ആദ്യകാലങ്ങളിൽ ഗിദെയോനെപ്പോലെ മനാശയുടെ വംശം അശക്തമാകാം. അതിൽപ്പെട്ട ഗോത്രത്തിലുള്ള ഉടമ്പടിയുടെ പ്രകാരം ഗിദെയോൻ്റെ ഗോത്രം ബലഹീനമാകാം. ഗിദെയോൻ്റെ കുടുംബത്തിനും ആസ്തി ഇല്ലാതെ ആയിരിക്കാം. പക്ഷെ നമ്മുടെ ആസ്തി ആരാണ്? കർത്താവാണ് ആസ്തി. പതുക്കെ പതുക്കെ പതുക്കെയാണ് ഇവൻ അടയാളം കിട്ടിയിട്ട് കർത്താവിൻ്റെ സാന്നിധ്യം തിരിച്ചറിയണത്. അപ്പം നീ ഇവിടുന്ന് പോകുമ്പോൾ നിൻ്റെ മനസ്സിലുണ്ടാവണം, ഞാൻ കർത്താവുമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുന്നത്. ഗിദെയോനെപ്പോലെ, ഗിദെയോൻ പറഞ്ഞ പോലെ എൻ്റെ കുടുംബം, എൻ്റെ ജീവിതം, എൻ്റെ ആരോഗ്യം, എൻ്റെ സാമ്പത്തിക സ്ഥിതി, എൻ്റെ ബുദ്ധി എല്ലാം വളരെ ബലഹീനമാണ്. ഇപ്പം ഇന്നലെ ഒരു മോൾ സാക്ഷ്യം പറഞ്ഞായിരുന്നു. ICCR പരീക്ഷ എഴുതിയിട്ട് അവർക്ക് റാങ്ക് കിട്ടിയതാണ്. ഇപ്പം ICCR എന്ന് പറഞ്ഞത് നമ്മുടെ IAS പോലെ എന്ത് സംഭവമാണ്, എനിക്ക് അതിനെക്കുറിച്ച് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല. പക്ഷേ അവൾ പറഞ്ഞത് അവളുടെ കൂട്ടുകാരവിടെ കളിയാക്കി, ഇതിന് IAS ബുദ്ധി വേണ്ട കേസാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ള സാധാരണ ബേസിക് സ്റ്റുഡൻറ്റിന് പറഞ്ഞിട്ടുള്ള കാര്യമില്ല. ഞാനൊരു ബേസിക് സ്റ്റുഡൻ്റാണെന്നാണ് അവൾ പറയണത്. എനിക്കിതിൻ്റെ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഇതിന് പോകണമെന്നുള്ളത്. എൻ്റെ ആഗ്രഹം പിന്നെ ഉള്ളത് എന്താണ്? കർത്താവാണ് എൻ്റെ ആസ്തി എന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ഉടമ്പടി ചെയ്ത് ഞാൻ പറ്റണ പോലെ പഠിച്ചു. അപ്പോൾ എല്ലാവരും എന്നെ കളിയാക്കി, ഇതിന് പ്രാർത്ഥന കൊണ്ട് വലിയ കാര്യമില്ല, പഠിക്കാനുള്ള മനുഷ്യൻ പഠിക്കുക തന്നെ വേണം. കൂട്ടുകാരെ പറഞ്ഞു കൊടുക്കുന്നതാണ്. പ്രാർത്ഥന കൊണ്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. പ്രാർത്ഥന കൊണ്ട് കാര്യമില്ല, പഠിക്കാനുള്ളത് പഠിക്കുക തന്നെ വേണം. അതിനുള്ള ബുദ്ധിയും കഴിവും ഉണ്ടെങ്കിൽ മാത്രമേ ഈ പരിപാടിക്ക് പോകാൻ പറ്റത്തുള്ളൂ എന്നാണ്. നിങ്ങളെപ്പോഴും ചിന്തിക്കണം, നമ്മൾ ദൈവത്തിൻ്റെ അനന്തമായ സാധ്യതകളിലാണ് വിശ്വസിക്കണത്. ഇപ്പം ചിലർ പറയും താൻ പാതി ദൈവം പാതി എന്ന്. ചിലർ പറയും ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി. ചിലർ പറയും വർക്ക് ഈസ് വർഷിപ്പ്. ഇതെല്ലാം ഉടമ്പടിക്കാൻ ഇതൊന്നും ബിബ്ലിക്കൽ ടേംസ് അല്ല. ഇതൊന്നും ബിബ്ലിക്കൽ ടേംസ് അല്ല. വിശ്വാസി പറയണ അർത്ഥം ഇത് അവിശ്വാസികളുടെ ബൈബിളാണ്. ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി അവിശ്വാസിയുടെ ബൈബിളാണ്. വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടി ഈസ് അവർ ചാരിറ്റി. ചിലർ പറയും ഫസ്റ്റ് വർക്ക് ദെൻ വർഷിപ്പ്. ചിലർ പറയും വർക്ക് ഈസ് വർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലിയാണ്, അധ്വാനമാണ് ആരാധന. എന്നാൽ അവിശ്വാസികളുടെ കാലത്ത് ഏതാണ്ട് 1800 ഫ്രഞ്ച് റവല്യൂഷൻ മുതലുണ്ടാക്കി എടുത്തിട്ടുള്ള ബുദ്ധിപരമായ ഒരു പരിണാമമാണിത്. അതിനെ സപ്പോർട്ട് ചെയ്തത് ഫിഡലിസമാണ്. ഫിഡലിസം സപ്പോർട്ട് ചെയ്തത് വ്യവസായ വിപ്ലവത്തിൻ്റെ കാലത്ത് ഞായറാഴ്ച വരെ പാവപ്പെട്ടവനെ കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി ഫാക്ടറി മുതലാളിമാർ കണ്ടുപിടിച്ച ബൈബിളാണ് ഫസ്റ്റ് ഡ്യൂട്ടി ദെൻ ചാരിറ്റി. വർക്ക് ഈസ് വർഷിപ്പ്. നീ പള്ളിയിൽ പോയില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, വർക്ക് ചെയ്താൽ മതിയെന്ന്. അതും പറഞ്ഞുകൊണ്ടാണ് ഇതിൽ അണ്ണന്മാർ വീട്ടിയിരിക്കുന്നത്. ഇതെല്ലാം പിശാസിൻ്റെ സാറ്റാനിക് വേർഷൻ. ഇപ്പം സൽമാൻ റുഷ്ദിയൊക്കെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ പേരിലൊക്കെ ഒത്തിരിയേറെ ഭീഷണിയുള്ളതാണ്. അത് വേറൊരു വിഷയം. ഞാൻ പറയണത് അതിൻ്റെ സമാന്തരമായി ചില നിലപാടുകളുണ്ട് മനുഷ്യനെടുക്കണേ. എന്താണ് സാറ്റാനിക് വേഴ്സുകൾ എന്ന് പറയണത്? സൈത്താൻ്റെ വചനങ്ങളെന്ന് പറയുന്നത് എന്താണ്? ദൈവവചനത്തെ നിഷേധിക്കുകയും വിശ്വാസം എടുക്കാതിരിക്കുകയും ചെയ്യുന്ന വചനങ്ങൾ ദൈവേതര വചനങ്ങളാണ്. ദൈവേതര വചനങ്ങൾ അല്ല വിശ്വാസി ഫോളോ ചെയ്യണത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വർക്ക് ആൻഡ് വർഷിപ്പ് സെയിം. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്? നമ്മൾ വർക്ക് ചെയ്യും, അതേസമയം തന്നെ വർഷിപ്പ് ചെയ്യും.
പക്ഷേ വർക്ക് ചെയ്താലും ചില സമയത്ത് നമ്മൾ എത്തിപ്പെടത്തില്ല. പിന്നെന്താണ്? അപ്പോൾ ഞാൻ പറയും 50% വർക്കും 50% വർഷിപ്പോ എന്ന് പറഞ്ഞാൽ ഉടമ്പടി സമ്മതിക്കത്തില്ല. ഉടമ്പടി സമ്മതിക്കണത് എന്താണ്? ആത്മാർത്ഥത നിൻ്റെ ഭാഗത്തുനിന്ന് നിനക്ക് പറ്റണ പോലെ വർക്ക് ചെയ്യും. ബാക്കി അത് 65 ചിലപ്പോൾ 35. നിനക്ക് 35 നിൻ്റെ മെറിറ്റ് എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഗ്രേസ് എത്ര ശതമാനമായിരിക്കും? 65. നിൻ്റെ 25 നിൻ്റെ മെറിറ്റ് എന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ ഗ്രേസ് എത്രയായിരിക്കും? 75. അപ്പോൾ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ് ഉടമ്പടി വർക്ക് ചെയ്യണത്. എഫെസ്യസ് 2:8 നിൻ്റെ കഴിവാലല്ല എൻ്റെ കൃപയാലാണെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവേ മഹത്വമേ ആരാധന. ദൈവനാമം മഹത്വപ്പെട്ട കർത്താവിൻ്റെ നാമം മാത്രം ഈശോയുടെ നാമം മഹത്വപ്പെട്ട. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലമേകി ബലവാനായും നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായും നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പ്രൈസ് ദി ലോർഡ്. ഗിദെയോൻ തന്നോട് സംസാരിച്ച ദൈവദൂതനോട് എന്താ പറയണത്? എന്നോട് സംസാരിച്ച ദൈവദൂതനാണെങ്കിൽ, എന്നോട് സംസാരിച്ച ദൈവദൂതനിലൂടെ എന്നോട് സംസാരിച്ച ദൈവമാണെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ ദൂതൻ പറഞ്ഞോളൂ, ഞാൻ തിരിച്ചു വരുന്നവരെ ഇവിടെ നിൽക്കുമോ? ആ വാക്കൊക്കെ ഭയങ്കര ശക്തമാണ്. നീ എന്നോട് സംസാരിച്ച ദൈവദൂതനാണെങ്കിൽ, ദൈവദൂതനിലൂടെ ദൈവമാണ് എന്നോട് സംസാരിച്ചെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? നീ പറഞ്ഞോളൂ. ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ നിൽക്കുമോ? അപ്പോൾ ദൂതൻ പറഞ്ഞു, നീ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഗിദെയോൻ എന്താ ചെയ്തത്? മനാസയുടെ ഗോത്രത്തിൽ അവന് പറയാനുള്ള അവൻ പറഞ്ഞു. മനാസയുടെ ഗോത്രത്തിൽ അവൻ്റെ വർഗം, അവൻ്റെ വംശം ബലഹീനമാണ്. മിദ്യാൻകാരെ എതിർക്കാൻ പോയിട്ട് 10 പേരോട് പോലും അടരാടാനുള്ള ശക്തിയും ആസ്തിയുമില്ല. പക്ഷേ എന്നോട് സംസാരിച്ച ദൈവമാണെങ്കിൽ ദൈവത്തെ എനിക്കറിയാം. ഞാൻ തിരിച്ചു വരുന്നവരെ നീ ഇവിടെ നിൽക്കുമോ? അപ്പോൾ ദൈവദൂതൻ പറഞ്ഞു, നീ തിരിച്ചു വരുന്നവരെ ഞാനിവിടെ നിൽക്കുമെന്ന് പറഞ്ഞു. ഗിദെയോൻ എന്താ ചെയ്തത്? അകത്ത് വീട്ടിൽ പോയി കുറേ നടന്നു പോകണം. അവൻ പോയി ആടിനെ കൊണ്ടുവന്ന് ആടിനെ പാകം ചെയ്ത് അതിൻ്റെ കറി ഒരു പാത്രത്തിൽ കൊണ്ടുവന്ന് കുറച്ച് അപ്പവും കൊണ്ടുവന്നിട്ട് ഒരു കല്ലേലെടുത്ത് വെച്ച്, ദൂതൻ നിന്ന സ്ഥലത്ത് ഒരു കല്ലേലെടുത്ത് വെച്ച് അപ്പം എടുത്ത് വെച്ചു. പിന്നെന്ത് ചെയ്ത്? കറിയും എടുത്ത് വെച്ച് ചാറെടുത്തിട്ട് അപ്പത്തിന്മേൽ ഒഴിച്ച്, എന്നിട്ട് കൈകൂപ്പി കാത്തു നിന്ന് ദൂതൻ ഒരു വടി കൊണ്ടുവന്നിട്ട് ഈ അപ്പത്തിന്മേൽ തൊടുമ്പോൾ പെട്ടെന്ന് ഈ സാധനം ആളിക്കത്തും. അപ്പോൾ ഗിദെയോന് മനസ്സിലാകും എന്നോട് സംസാരിച്ചത് ഗിദെയോൻ മിദ്യാൻകാരോട് എന്നെ ഉപകരണമാക്കിക്കൊണ്ട് എൻ്റെ ബലഹീനതയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് അടരാടി ഇസ്രായേൽ ജനത്തെ സംരക്ഷിക്കാൻ പോകുന്ന സൈന്യങ്ങളുടെ കർത്താവിന് ഞാൻ കണ്ടു കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ദാറ്റ് ഈസ് വർഷിപ്പ്, നോട്ട് വർക്ക് ഈസ് വർഷിപ്പ്. മനസ്സിലായില്ലേ? ഇതേവരെന്താ? മെദ്യാൻകാർ നമ്മൾക്ക് ഒതുക്കാൻ പറ്റാത്ത അത്രയും ശക്തന്മാരാണ്. അവനെ എതിരെ അടരാടാൻ വേണ്ടിയുള്ള ശക്തി നമ്മൾ സംസ്വീകരിച്ചത് എങ്ങനെയാണ്? വർഷിപ്പിൽ നിന്നാണ്. ഗിദെയോൻ എന്താ ചെയ്തത്?
കർത്താവിനെ ആരാധിച്ചവിടെ ബലിപീഠമുണ്ടാക്കി. അവൻ പറ്റുന്ന രീതിയിൽ ആരാധന എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ശക്തിയാണ് ശരിക്ക്. വർക്കല്ല വർഷിപ്പ്. വർക്ക് ഈസ് വർഷിപ്പല്ല, വർഷിപ്പാണ് ഫസ്റ്റ്. നമ്മൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ, ഉടമ്പടി പ്രകാരം സുവിശേഷ സാക്ഷിയാകുമ്പോൾ, ഉടമ്പടി പ്രകാരം കാരുണ്യപ്രവൃത്തി ചെയ്യുമ്പോൾ അതെല്ലാം വർഷിപ്പിൻ്റെ ഭാഗമായി മാറുകയും അതിലൂടെ നമ്മൾ ബലഹീനതയിൽ ആണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന് പൗലോസ് പറയുമ്പോൾ, ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കണമെന്ന് പറയുമ്പോൾ, നമ്മൾ ശക്തനാക്കുന്നവരോട് എല്ലാം ചെയ്യാൻ കഴിയുമെന്ന് ഫിലിപ്പിയർ 4:13 പറയുമ്പോൾ എന്താ നമ്മൾ ശക്തനാക്കുന്നത്? വർഷിപ്പ്, ആരാധനയും ആരാധനയിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സുവിശേഷ സാക്ഷ്യ ജീവിതവും ചെയ്യാനാണ്. അതിലൂടെയാണ് നമ്മൾ ശക്തീകരിക്കുന്നതും നമ്മളുടെ എല്ലാ വെല്ലുവിളികളെയും നമ്മൾ അതിജീവിക്കുന്നതും. കൈയടിച്ച് കർത്താവ് ഹല്ലേലൂയ. യേശുവേ ആരാധന കർത്താവേ മഹത്വം. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. ദൈവപൈതലെ, നീ ഉടമ്പടി പ്രകാരം ഉപവിപ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിൽ പറയണം, എന്താണ്? ബലഹീനനായി ഞാൻ ശക്തീകരിക്കപ്പെടുന്നതിലൂടെ. നീ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ, കർത്താവിൻ്റെ പത്രങ്ങൾ വാങ്ങിച്ചിട്ട് മറ്റു മനുഷ്യർക്ക് വേണ്ടി അവരുടെ സങ്കടങ്ങളിൽ ദൈവത്തെ കണ്ടെത്താൻ വേണ്ടി നീ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് വിതരണം ചെയ്യുമ്പോൾ, അത് വെയിൽ കൊള്ളുമ്പോൾ അതിനുവേണ്ടി, അതിനൊരു മഴ കൊള്ളുമ്പോൾ അതിനുവേണ്ടി നീ യാത്ര ചെയ്യുമ്പോൾ നിൻ്റെ മനസ്സിൽ പറയണം, ബലഹീനനായ ഞാൻ കർത്താവിന് ലോകത്തിൽ കൊടുത്തുകൊണ്ട് കർത്താവ് ഇതുവഴി എന്നെ ശക്തീകരിക്കുകയാണ്. എന്നെ ഭീഷണിപ്പെടുത്തുന്ന മിദ്യാൻകാരെ എപ്പോഴും അടരാടാൻ വേണ്ടി, അവരെ അതിജീവിക്കാൻ വേണ്ടി, അത് രോഗമാകാം, ചിലപ്പോൾ ജോലിയില്ലാത്ത അവസ്ഥയാകാം, ചിലപ്പോൾ സാമ്പത്തിക കടമാകാം, എന്ത് മിഥ്യാങ്കാരം പ്രതിസ്ഥാനത്ത് നിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള ആത്മശക്തി ആവഹിക്കുന്നത് ദൈവവചനങ്ങൾ നടപ്പിൽ വരുത്തിക്കൊണ്ടാണ്. അതാണ് ഉടമ്പടി നമ്മളെ പഠിപ്പിക്കുന്നത്. കൈ അടിച്ചു കർത്താവ് ഹല്ലേലൂയ. കർത്താവേ സ്തുതി, കർത്താവേ സ്തോത്രം, കർത്താവേ ആരാധന, കർത്താവേ മഹത്വം. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. പ്രിയമുള്ളവരെ, നമ്മളെ രോഗസൗഖ്യ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ശ്വാസകോശങ്ങളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണെന്ന സൂചനയോടുകൂടി വലതേ പതിര കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. ശ്വാസകോശ രോഗികൾ, പതിരയ്ക്ക് പ്രഷർ കുറഞ്ഞോ കൂടിയോ ഉള്ള ആൾക്കാരുണ്ട്. പതിരയുടെ ഒരു പ്രഷറുണ്ട്, അത് മാരകമായ ഒരു അസുഖമാണ്. അങ്ങനെയുള്ളവർ പതിരയുടെ പുറത്ത് കൈകൾ വെക്കേണ്ടതാണ്. ഈ സമയം ശ്വാസകോശത്തിൻ്റെ പുറത്ത് കൈകൾ വെക്കേണ്ടതാണ്. വലിയ രോഗികൾ വേറെ ഉണ്ടാകാം, അലർജി മൂലം ശ്വാസം മുട്ടലുണ്ടാകാം, ശ്വാസകോശവുമായി വരുന്ന എയർവേസുമായിട്ട് ബന്ധപ്പെടുന്ന ശ്വാസകോശങ്ങളിലെ നീർക്കെട്ടലുകൾ, കഫം, അതുപോലെ തന്നെ അത് മൂലം ഉണ്ടാകുന്ന മറ്റ് പലതരത്തിലുള്ള രോഗങ്ങളുടെല്ലാം ശ്വാസകോശങ്ങളുടെ മേൽ കൈകൾ വെക്കേണ്ടതാണ്. നിങ്ങൾ കൈകൾ വെക്കുമ്പോൾ നിങ്ങൾ കൈകൾ വെക്കേണ്ടത് കർത്താവിൻ്റെ നാമത്തിലാണ്. എല്ലാ ശക്തിയും കർത്താവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം പുറപ്പെടുന്നത് കർത്താവിൻ്റെ നാമത്തിൻ്റെ പ്രഘോഷത്തിലാണ്. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, പൊന്നോ വെള്ളിയോ എനിക്കില്ല, എനിക്കുള്ള ഞാൻ നിനക്ക് തരുന്നു. സ്റ്റാൻഡ് അപ്പ് ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് എഴുന്നേറ്റ് നടക്കാൻ. കർത്താവെ, അങ്ങയുടെ ശ്വാസകോശ രോഗികൾ അങ്ങയുടെ നാമത്തിൽ കൈകൾ നെഞ്ചിൽ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശ്വാസകോശ രോഗികൾ, കഫക്കെട്ടുകാർ, നീർക്കെട്ടക്കാർ, കർത്താവെ അങ്ങയുടെ നാമത്തിൽ കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുമുറിവാർന്ന കൈകൾ, നിന്റെ തിരുമുറിവാർന്ന
കൈകള് ശ്വാസകോശങ്ങൾ വെക്കണമേ. കരളിനെ സ്പർശിക്കണമേ, ഹൃദയത്തെ സ്പർശിക്കണമേ. ശ്വാസകോശ രോഗങ്ങൾ യേശുക്രിസ്തു വിശുദ്ധ മരത്താൽ ഈ ഇവിടെ ഉള്ള രോഗങ്ങൾ അകലങ്ങൾ ഇരുന്നു കൊണ്ട് ധ്യാനത്തിൽ പങ്കെടുക്കുന്നവരെ ശ്വാസകോശ രോഗങ്ങൾ യേശുക്രിസ്തു നാമത്തിൽ വിശുദ്ധ രക്തത്താൽ കഴുകപ്പെടട്ടെ. കർത്താവിന്റെ നാമത്തിൽ മാരക രോഗങ്ങൾ സൗഖ്യമാകട്ടെ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധന സ്തുതിയും ചോദിച്ചുണ്ടായിരുന്നു. മക്കളെ, കിഡ്നി രോഗികളെ പുറം മുതുകിന് താഴെ ഭാഗമായിട്ട് കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളെ വിശ്വസിച്ച് പ്രാർത്ഥിക്കണം. കാര്യം ഇത് നിങ്ങൾ കേട്ട സാക്ഷ്യങ്ങളാണ്. എത്രയോ രോഗികളെ കർത്താവ് ഓരോ നിമിഷവും സുഖപ്പെടുത്തുന്നു. നിങ്ങൾ പറയണം, ഞാൻ എൻ്റെ കൈകൾ വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണെന്ന് പറയണം. ഞാൻ എൻ്റെ കിഡ്നിപ്പുറത്ത് കൈകൾ വെച്ചിരിക്കുന്നത് കർത്താവിൻ്റെ നാമത്തിലാണ്. ഇനി കരളിൽ അസുഖമുള്ളൊരു നെഞ്ചിൻ്റെ കൂമ്പിന് കൈവെക്കണം. അപ്പോൾ ഒരു കൈ വെച്ചാൽ മതി. ഇനി കരളും കിഡ്നിയും ബുദ്ധിമുട്ടുള്ളവർ രണ്ട് കൈകളും രണ്ട് സ്ഥലത്ത് വെക്കുക. നിങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ കൈകളൊക്കെ അച്ഛനോട് ചേർന്ന് കർത്താവായ ദൈവമേ, കിഡ്നി രോഗികളെ, കരൾ രോഗികളെ നിന്റെ നാമത്തിൽ ഞങ്ങളുടെ വിശ്വാസത്തിന്റെ കൈകളെ രോഗസ്ഥലങ്ങളിൽ വെക്കുന്നു. യേശുനാമത്തിലെ, യേശുനാമത്തിലെ, യേശുനാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തുതിക്കട്ടെ. Lord Jesus Christ, pour out your spirit, touch your fire finger, soak with the precious blood, but in Jesus spirit, command you, the name of Jesus Christ be healed. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, കഷ്ടമെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ, തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ. കർത്താവ് കുറച്ച് വാക്കുകൾ പറഞ്ഞതിലേ കർത്താവിൻ്റെ മനസ്സെപ്പോഴും ഉണ്ടാകും. അപ്പം വർദ്ധിപ്പിച്ചപ്പോഴും പറഞ്ഞത് എന്താ? ഒന്നും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ശേഖരിക്കാൻ പറഞ്ഞു. ജനങ്ങളെ കണ്ടപ്പോൾ എന്താ പറഞ്ഞത്? ആരും നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ. അപ്പോൾ ഒന്നും നഷ്ടപ്പെടരുത്, ആരും നഷ്ടപ്പെടരുതെന്നാണ് കർത്താവിൻ്റെ മനസ്സ്. ഇപ്പം നമ്മൾ രോഗികളായിരിക്കാൻ കർത്താവ് ആഗ്രഹിക്കണില്ലെന്ന് മനസ്സിലായില്ലേ? ഒന്നും നഷ്ടപ്പെടരുത്, ആരും നഷ്ടപ്പെടരുത്. ഹൃദയരോഗികളെ ഹൃദയസ്ഥാനങ്ങളെ കൈകൾ വെക്കുക. തൈറോയ്ഡ് രോഗികൾ തൊണ്ടയിൽ കൈകൾ വെക്കുക. ഗർഭാശയ രോഗികളുണ്ട്, പിസ്റ്റുല രോഗികളുണ്ട്, PCOD രോഗികളുണ്ട്, അണ്ടാശയത്തിൽ സിസ്റ്റുള്ളവരുണ്ട്. അവിടെ എല്ലാം അടിവയറ്റി കൈവെക്കുക. ശ്രുതികടെ ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ, ഈശോ നിന്റെ തിരുമുറിവാർന്ന് വലത്ത് കരത്താൽ പിസ്റ്റുല രോഗികള്, PCOD രോഗികള്, അർച്ചസ് രോഗികള്, പിഷ രോഗികള്, ഈശോ കരൾ രോഗികള്, ഈശോ, ഈശോ ഹൃദയ രോഗികള്, യേശുവിന്റെ നാമത്തില് കുടൽ രോഗികള്, അൾസർ രോഗികള്, അർച്ചസ് രോഗികള്, യേശു നാമത്തില്, യേശു നാമത്തില്, യേശു നാമത്തില് സൗഖ്യമാകട്ടെ. ആരാധിക്കുമ്പോൾ സൗഖ്യം, സന്തോഷത്തോടുകൂടി കരങ്ങൾ ആരാധിക്കുമ്പോൾ ആരാധിക്കുക, ആരാധിക്കുമ്പോൾ സൗഖ്യം. ദേഹം ദേഹിയാത്മാവിൽ സമാധാന സന്തോഷം ദാനമായ നൽകിടും. ദേഹം ദേഹിയാത്മാവിൽ സമാധാനം സന്തോഷം ദാനമായ നൽകിടും. ആരാധിക്കാം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്തനെ, നല്ലവൻ അവൻ വല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം
നല്ലവൻ അവൻ വല്ലവൻ വിടുതൽ എന്ന് പ്രാപിക്കാം വിടുതൽ എന്ന് പ്രാപിക്കാം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്നലെ ഒരു നല്ല സാക്ഷ്യം കേട്ട അച്ഛൻ എന്താണെന്നറിയാമോ? 9 കൊല്ലമായിട്ട് വാതരോഗമാണ്. വാതരോഗത്തിൻ്റെ അവസരം അറിയാമല്ലോ, അത് വന്നു പെട്ടാൽ പിന്നെ മാറിപ്പോകാൻ വലിയ പാടായിരിക്കും. പക്ഷെ അവർ വാക്ക് ആ സാക്ഷ്യത്തിൽ പറഞ്ഞത് എൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയാണെന്ന്. അവരനുഭവിച്ച വേദന ഉള്ളംകാലം മുതൽ ഉച്ച വരെ. മുടിയിൽ പിന്നെ കോശങ്ങളില്ലാത്ത ഞരമ്പുമായിട്ട് ബ്രെയിനുമായിട്ട് കണക്ട് ചെയ്യാത്ത കൊണ്ട് മുടി മുറിഞ്ഞാലും നമുക്ക് വേദനിക്കത്തില്ല അല്ലേ? അപ്പോൾ അതാണ് പറഞ്ഞത്, എൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയായിരുന്നെന്നാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് എക്സ്പ്രഷൻസ് കറക്റ്റാണ്. നിൻ്റെ മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയായിട്ട് കർത്താവിൻ്റെ മുമ്പിൽ നിന്നാലും കർത്താവ് നിന്നെ സുഖപ്പെടുത്തും. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, മുടി ഒഴിച്ച് ബാക്കിയെല്ലാം വേദനയാക്കുന്ന രോഗങ്ങളുള്ളവരെ നിന്നെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ വിശുദ്ധ രക്തത്താൽ ശരീരത്തെ തളിക്കണമേ. ഈ പ്രാർത്ഥന ലൈവായി എവിടെയെല്ലാം എപ്പോഴെല്ലാം ഇത്രയും രോഗികളെ നിന്റെ നാമത്തിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്, അപ്പോഴെല്ലാം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ. വിശ്വാസത്തോടെ കഴുകണമേ. പെരുമഴ പോൽ പെയ്യട്ടെ, പെരുമഴ പോൽ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്നത്തെ സാക്ഷ്യങ്ങൾ നമ്മൾ കേട്ടില്ലേ? 35 വർഷമായിട്ട് കല്യാണം 35 വയസ്സുള്ള കല്യാണം നടക്കാത്ത വ്യക്തിയെ ഉടമ്പടി ചെയ്തപ്പോൾ കർത്താവ് കല്യാണ തടസ്സങ്ങൾ മാറ്റിയെന്ന്. കൃപാസനം 33 വയസ്സാണ് ലാസ്റ്റ് ഡേറ്റായിട്ട് വെച്ചിരിക്കുന്നത്. 33 വയസ്സായിട്ടും കല്യാണം നടക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഉടമ്പടി ചെയ്യാം. 33 വയസ്സ് വരെ സ്വാഭാവികമായി കല്യാണം നടക്കുന്ന മാസങ്ങളാണ്, വർഷങ്ങളാണ്. ഇതുപോലെ തന്നെയാണ് മക്കളില്ലാത്തവരെ. 9 വർഷമായിട്ട് 14 വർഷമായിട്ട് മക്കളില്ലാത്തവരെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താണ്? ആ മണ്ഡലങ്ങളിലെല്ലാം ഉടമ്പടി പ്രകാരം കർത്താവ് വാഗ്ദാനം പാലിച്ചുകൊണ്ട് കർത്താവ് നിന്നെ സന്ധിക്കുന്നുവെന്ന്. ഇതുപോലെയാണ് ജോലി നഷ്ടപ്പെട്ടവർക്ക് ജോലി തിരികെ ലഭിക്കുന്നത്. ഇന്നലത്തെ സാക്ഷ്യങ്ങളെല്ലാം കയറിപ്പോകാനുള്ള ആൾക്കാരാണ് സാക്ഷ്യം പറഞ്ഞത്. അത് ബ്രദർ പറയുകയും ചെയ്തത് യാത്രയപ്പ് സമ്മേളനമാണ് അന്ന്. കാര്യം എല്ലാവരും പറഞ്ഞത് ഞങ്ങൾ ഇന്ന് പോകുന്നു എന്നാണ് പറഞ്ഞത്. സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം കാത്തിരുന്നതാണ് എന്നാണ് പറഞ്ഞത്. അപ്പം അത്രയും സ്പീഡായിട്ടാണ് മനുഷ്യൻ്റെ ജീവിതത്തിലെ നിൻ്റെ ജോലി, നിൻ്റെ വിവാഹം, നിൻ്റെ സന്താന ജനനം. ഇപ്പം ഇന്നത്തെ സാക്ഷ്യത്തിൽ തന്നെ ഭാഗ ഉടമ്പടി ചെയ്യാത്ത 20 കൊല്ലമായിട്ട് ചെയ്യാത്തവർ, പട്ടയം നഷ്ടപ്പെട്ടവർ. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ഉടമ്പടി എല്ലാ മണ്ഡലങ്ങളെയും സർവസ്പർശിയായി നിൽക്കുകയാണ്. നിങ്ങളുടെ ഉടമ്പടി ചെയ്തിരിക്കുന്ന വിഷയങ്ങളെല്ലാം ഈ സമയത്ത് ഓർക്കണം. വീട്, ജോലി, വിവാഹം, മക്കൾ, കുടുംബത്തിലുണ്ടാകുന്ന ഈ മദ്യപാന തകർച്ച. ഇന്ന് കുറേ ഞാൻ അങ്ങനെ അത് കേട്ടപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, എത്ര ഈ മദ്യപാനമൊക്കെ മാറ്റാൻ വേണ്ടി ആശുപത്രിയിലൊക്കെ പോയി ആൾക്കാർ എത്ര കാലം താമസിച്ചിട്ടാണ് അത് മാറണത്. ചിലപ്പോൾ മാറത്ത് പിന്നെയും വരും. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ ഉടമ്പടി പ്രകാരം ചില ആൾക്കാർ സാക്ഷ്യം പറഞ്ഞിട്ട് പോകും, പിന്നെ അവർ പണ്ടത്തെ പോലെ കയ്യാങ്കളിക്ക് കലാപരിപാടിയൊക്കെ ആയിട്ട് ജീവിക്കും. അതാണ് ഈ ഇടയ്ക്ക് സാധനം തിരിച്ചു വരുന്നത്. സാക്ഷ്യം പറഞ്ഞിട്ടുള്ളവർക്ക് ബാധ്യതയുണ്ടെന്ന് ഇന്ന് ബ്രദർ പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. എന്താ കാര്യം? നമ്മൾ ആ വിശുദ്ധിയിൽ ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ഇപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളെയും പ്രാർത്ഥിക്കാൻ പോവുകയാണ്.
വീട്, ജോലി, വിവാഹം, പാകുടമ്പടി, മത്സരപരീക്ഷ, നൈപുണ്യ പരീക്ഷ, കുടുംബസമാധാനം, മദ്യപാനാസക്തികൾ, തെറ്റായ പ്രണയബന്ധങ്ങൾ അകപ്പെട്ടിട്ട് ശ്വാസം മുട്ടുന്നവരെ, കുടുംബം അസമാധാനമാക്കുന്നവരെ, ആത്മാവിനെ നഷ്ടപ്പെടുത്തുന്നവരെ എല്ലാ മണ്ഡലങ്ങളിലേക്കും മാതാവിൻ്റെ മധ്യസ്ഥ ദൈവത്തിൻ്റെ കൃപയും വിടുതലും ലഭിക്കട്ടെ. ശ്രുതികട്ടെ ഹല്ലേലൂയ. Lord Jesus Christ, pour out your spirit, fire finger, soak with the precious blood, and peace is spirit. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ 32 കൊല്ലം അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ കൃപാസ്ഥാനത്താരെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ മാരകരോഗങ്ങൾ, തീരാവ്യാധികൾ, ജീവിതദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ മാറിപ്പോട്ടെ. ഹല്ലേലൂയ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. വിടുതലിൻ ആത്മാവേ നിറയണമേ, അഗ്നിതൻ അഭിഷേകമായി പടരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഇനി മൗനമായി സമർപ്പണ പ്രാർത്ഥന സമയമാണ്. എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അത് അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓർക്കാം. കാര്യം ഒരാൾ തന്നെ 6 കാര്യം ഉടമ്പടി വെക്കുമ്പോൾ 10 പേര് ഉടമ്പടി വെക്കുമ്പോൾ തന്നെ 60 കാര്യമാകും അല്ലേ? അപ്പം ചില കാര്യങ്ങൾ അച്ഛൻ വിട്ടുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അച്ഛൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അൽത്താരയിൽ നിന്ന് കർത്താവിൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുകയാണ്. നിങ്ങൾക്കതിപ്പോൾ പരിശുദ്ധ അമ്മ വഴി ദിവ്യകാരുണ്യത്തിൽ സമർപ്പിക്കാം. അച്ഛൻ ഓർത്ത് പ്രാർത്ഥിച്ചതിനേക്കാൾ ഫലവും ബലവും കിട്ടും. പ്രധാനപ്പെട്ട ഡേറ്റുകൾ ഓർക്കുക. കാര്യം കൃപാസനത്തിലെ പ്രത്യക്ഷപ്പെട്ട അമ്മ സമയഘടികാരം നെഞ്ചിൽ ചാർത്തി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലെ സമയം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. ഇൻ്റർവ്യൂ ഡേറ്റ് ഓർക്കാം, പരീക്ഷ ഡേറ്റ് ഓർക്കാം, ജോലിക്ക് പോകുന്ന ഡേറ്റുകൾ ഓർക്കാം, മക്കളുടെ അല്ലെങ്കിൽ സ്വന്തമായിട്ട് പ്രസവത്തിൻ്റെ ഡേറ്റ് ഓർക്കാം. ഇനി വല്ല ഓപ്പറേഷൻ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റുകൾ ഓർക്കാം. ഭാഗോടമ്പടി ഡേറ്റ്, സ്ഥലമളവിൻ്റെ ഡേറ്റ്, കോടതിയിലെ കേസിൻ്റെ ഡേറ്റ് ഓർക്കാം. ഇതെല്ലാം ഡേറ്റുകൾ ഓർക്കുക. എന്നിട്ട് പരിശുദ്ധ അമ്മ വഴി തീയതി ഞാൻ ഈശോയ്ക്ക് സമർപ്പിക്കണമെന്ന് മനസ്സിൽ പറയുക. കർത്താവെ, അങ്ങയുടെ തിരുസന്നിധിയിൽ ഓർത്തിരിക്കുന്ന സമയങ്ങൾ അങ്ങയുടെ തിരുസന്നിധിയിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത സമർപ്പിക്കുന്ന അതിൻ്റെ സ്ഥലങ്ങൾ, പരീക്ഷ ഹാളായാലും കോടതിയായാലും രജിസ്ട്രേഷൻ ഓഫീസായാലും അങ്ങയുടെ ഇടപെടലിൻ്റെ എല്ലാ സമയങ്ങളും സ്ഥലങ്ങളും പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ആ സ്ഥലങ്ങളിലും സമയങ്ങളിലും അങ്ങ് ഇടപെടണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
ഭാഷാപരത്തെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ